ഉള്ളത്. ഈ മാറ് മറയ്ക്കാനും അങ്ങനെയുള്ള അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് സ്ത്രീകൾ ധാരാളം കേരളത്തിൽ പണ്ടുകാലത്ത് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടില്ലായിരിക്കും അല്ലെ? മാറുമറയ്ക്കൽ സമരം അങ്ങനെ ഒന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ തുണി അടിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നത്. എത്രയോ മാന്യന്മാരുണ്ട്, അവരൊന്നും ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കുമല്ലോ രേണുസുതി. അവർ അഭിനയിക്കുക, ആൽബത്തിൽ പോവുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുക, ഇതൊക്കെയല്ലേ അവർ ചെയ്യുന്നത്. അതുപോലെ അവനവന്റെ പണിയെടുത്ത് ജീവിക്കുക. മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരാളെ വലിച്ചു കീറുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ രേണുസുതി തന്നെയാണ്. ഇന്നലെ ബിഗ് ബോസിലെ മുൻ താരങ്ങളുടെ ഒരു ചെറിയ ക്രിക്കറ്റ് മത്സരവും പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് അവരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞു പോയിട്ടുള്ള ബിഗ് ബോസ് സീസണുകളിലെ എല്ലാ ഒരുമാതിരിപ്പെട്ട കണ്ടസ്റ്റന്റുകളും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് ഷാരിക KPയും അത് കണക്കിന് രേണുസുതിയും കൂടി ഒന്നിച്ച് ഓൺലൈൻ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ആ ടൈമിൽ രേണുസുതിക്കെതിരെ ഉണ്ടാകുന്ന സൈബർ അറ്റാക്ക്, അതിനെക്കുറിച്ച് ഷാരിക പറഞ്ഞ കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. രേണുസുതിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവരവരുടെ ആൽബം ഷൂട്ടിങ്ങും ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയല്ലേ? കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് വേറെ വല്ല പണിക്കും പൊക്കൂടെ എന്നൊക്കെയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഷാരിക എന്ന് പറയുന്ന വ്യക്തി രേണുസുതിയുടെ ഏറ്റവും നല്ല അടുത്ത ഫ്രണ്ട്സിൽ ഒരാൾ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. രേണുവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്തൊരു വിഷയം ഉണ്ടായപ്പോൾ പോലും ഷാരിക ശക്തമായിട്ടുള്ള രീതിയിൽ രേണുവിന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിന്റെ പേരിൽ ഇപ്പോഴും ഇവരും ഒരു സോഷ്യൽ മീഡിയ ക്രിമിനലിന്റെ ഭാഗത്തു നിന്നുള്ള സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഷാരികയോട് പറയാനുള്ളത്, രേണുസുതിനെ ചുമ്മാതെ ഒന്നുമല്ല എല്ലാവരും എടുത്തിട്ട് അലക്കുന്നത്. രേണുസുതിയുടെ ഭാഗത്തു നിന്നുണ്ടായ കുറെ അധികം വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പലരും ഇവർക്കെതിരെ രംഗത്ത് വരുന്നത്. ഈ ഞാൻ ഉൾപ്പെടെ തന്നെ ഇവരെ പലപ്പോഴും വിമർശിച്ചിട്ടുമുണ്ട്, അനുകൂലിച്ചിട്ടുമുണ്ട്. പിന്നെ ഷെഫീന ബീവിയെ പോലുള്ളവർ ചെയ്യുന്നതിനകത്ത് ഞങ്ങളെപ്പോലുള്ളവരെ ഉൾപ്പെടുത്തരുത്. ഞാൻ അവർ കൊണ്ടുവരുന്ന ഒരു കണ്ടന്റും എടുക്കാറില്ല, എനിക്ക് അതിനോട്ട് താല്പര്യമില്ല. അപ്പൊ എന്തായാലും ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവർ ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവർ ഷെയ്ക്ക് കുടിക്കുന്ന ഒരു റീലായിരുന്നു ലീക്കായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ഷെയ്ക്ക് കുടിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് പ്രശ്നമുള്ളതെന്ന് എല്ലാവരും ചോദിക്കും. അത് ഇവർ ആ ഷെയ്ക്ക് കുടിക്കുന്ന രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവർ സൈബർ അറ്റാക്ക് നേരിടുന്നു എന്ന് നിങ്ങളിൽ പലർക്കും തോന്നുന്നത്. ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട്, അത് നിങ്ങളും കൂടി ഓർക്കുക. അപ്പോൾ എന്തായാലും പുതിയതായിട്ടൊരു ന്യൂസ് കൂടെ വന്നിട്ടുണ്ട്. രേണുസുതിയുടെ വീണ്ടും ഒരു സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ലീക്ക് ആയിട്ടുണ്ട്. ഒന്നല്ല 3 വീഡിയോസ്. അതിലൊന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം. ഇതൊരു റെഡ് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ. അതായത് ഒരു ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്, ഒരു ചുവപ്പ് കളർ ഷർട്ട്. ഇവിടം ഓപ്പൺ ആണ്, എക്സ്പോസ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് തന്നെ ഇവരുടെ വയറിന്റെ പോർഷനും ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്, കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെയാണ് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ കിടക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് തന്നെയാണ് ലീക്ക് ചെയ്ത് പുറത്തോട്ടും വരുന്നത്. ഇപ്പൊ ഇത് ഞാൻ ഇന്ന് എടുത്തോണ്ട് വരാൻ കാരണം ഷാരികയുടെ ഈ ഒരു ബൈറ്റ് കണ്ടതുകൊണ്ട് തന്നെയാണ്. ഇത് ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടതാണ്. ഞാൻ ഇനി ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് വരെ ലീക്കായി വന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് കരുതിയതാണ്. പക്ഷേ ഷാരികയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനൊരു മറുപടി അനിവാര്യമാണെന്ന് തോന്നി. കാരണം ഷാരികയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും ഇവരെ എന്തോ വളഞ്ഞിട്ട് ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല ഷാരിക. ഇത്തരത്തിലുള്ള കുറേയധികം ചെയ്തികൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള പലരെയും കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ളത്, ഇവരിത്തരത്തിലുള്ള വീഡിയോസ് ഇടുമ്പോഴാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ട് ഇവരെടുത്തിട്ട് അലക്കുന്നത്. അത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് കണ്ടുപോകാം. അപ്പൊ ഇതിനകത്ത് വ്യക്തമായിട്ട് ഇത് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ഫീഡിനകത്തുള്ള സാധനമാണെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇത് മറ്റൊരു ഫോണിൽ, അതായത് സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള ഫോണിൽ ആ സബ്സ്ക്രിപ്ഷൻ ഓൺ ആക്കി ഈ വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ട് മറ്റൊരു ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നതിന്റെ ലീക്ക് ഔട്ടാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. ഇത് എനിക്ക് കിട്ടിയ രാജ് ടോക്ക് എന്ന് പറയുന്ന ചാനലിനകത്തുനിന്നാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഇത് കുറെയൊക്കെ മനസ്സിലാക്കുക. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഇവരുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഇവരെ ഹെയ്റ്റ് ചെയ്ത് ഇവർക്കെതിരായിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾ,
അല്ലെങ്കിൽ ഇവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കാണണമെന്ന് താല്പര്യമുള്ള ആളുകളും ഈ സബ്സ്ക്രിപ്ഷൻ ഫീഡിനകത്ത് പോയി ഈ സംഭവം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് കാണുന്നുണ്ട്, ലീക്ക് ഔട്ട് ചെയ്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കണ്ടന്റുകളൊക്കെ ഞങ്ങളുടെ കൺമുന്നിലേക്ക് കിട്ടുന്നത്. അപ്പം കൂട്ടുകാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നിനക്ക് അല്ലാതെ തന്നെ ധാരാളം വർക്കുകളുണ്ടല്ലോ, ഇനാഗ്രേഷനുകളുണ്ടല്ലോ, ഗൾഫ് പ്രോഗ്രാമുകളുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് മുന്നോട്ട് പോകും. ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യരുത് എന്ന് ഒന്ന് കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ കൂടി ഉണ്ട്. ഈ ഒരു വീഡിയോ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ലെഗ് ലവേഴ്സിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ നമ്മുടെ സബ്സ്ക്രിപ്ഷനകത്ത് അപ്ലോഡ് ചെയ്തിരുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ ലെഗ് ലവേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ ഈ സാധനം നിങ്ങൾ കണ്ടല്ലോ. അതായത് ഈ ഒരു ഷോർട്സ് ആൻഡാണ് ഇവർ ഇട്ടിരിക്കുന്നത്. ഇവരുടെ തുട കാണിച്ചുകൊണ്ട് ആ തുടയിലേക്ക് എണ്ണയോ എന്തോ മറ്റെന്തോ ക്രീമോ അങ്ങനെ എന്തോ സാധനം ഒരു കൈക്കൊമ്പിൽ എടുത്തിട്ട് അത് തുടയ്ക്കുന്നൊരു തേക്കുന്ന കാലം മുഴുവൻ തേക്കുന്ന ഒരു വീഡിയോ ആണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ഫീഡിൽ കിടക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം എടുത്തതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ജാനകി നേരത്തെ ഒരു ബിഗ് ബോസ് താരമാണ്. അവളുടെ സബ്സ്ക്രിപ്ഷൻ ഫീഡിനകത്ത് കിടക്കുന്ന ഒരു അൺലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നിലവിൽ. ആ 2-3 ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ എടുത്ത് വെക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ചിലപ്പോൾ ചാനൽ തന്നെ അടിച്ചു പോകുന്ന സാധനമാണ്. പക്ഷെ 1-2 പേര് വെച്ച് കണ്ടായിരുന്നു. എന്നാലും ഞാൻ അത് വെച്ചിട്ടില്ലായിരുന്നു. ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കാണിക്കുന്നത് നിങ്ങളോട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഈ മറയ്ക്കാനും അങ്ങനെയുള്ള അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് സ്ത്രീകൾ ധാരാളം കേരളത്തിൽ പണ്ടുകാലത്ത് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടില്ലായിരിക്കും അല്ലെ? മറയ്ക്കൽ സമരം അങ്ങനെയൊന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ തുണി അടിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നത്. എന്നാലും നല്ലതാണ്, ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ ശരിയെന്നാ. അപ്പൊ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. പറ്റുമെങ്കിൽ ഒന്ന് ലൈക്കും സബും ചെയ്യുക. ശരിയെന്നാ.